വാർത്തകളിൽ നിറയുന്ന കാര്യമുണ്ട്. അനേക പെൺകുട്ടികള് മറ്റുള്ള പുരുഷന്മാരാൽ വഞ്ചിക്കപ്പെട്ട് അവസാനം ആത്മഹത്യയോ കൊലപാതകം ചെയ്യപ്പെട്ടവരായിട്ടോ മൺമറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ട, ഇതിന്റെ എല്ലാം രഹസ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ദൈവകൃപയിൽ ആശ്രയിക്കുന്ന, അവരവരുടെ നിയമത്തിനൊത്ത് ജീവിക്കുന്ന, തന്നെത്താൻ താഴ്ത്തുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുവാന് ഈ ലോകത്തിൽ ഒരു പുരുഷനും അധികാരമില്ല, ശക്തിയുമില്ല. ദൈവം അവളെ വേലി കെട്ടി നിർത്തും. അവൾ ഏത് ജാതി മതസ്ഥരായാലും ശരി, അവർക്ക് അവകാശപ്പെട്ട നിയമത്തിന് കീഴ്പ്പെട്ടിരുന്നിരുന്നല്ലേ. അതെന്താണ് ആ നിയമം? ഭാര്യയായിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നീ നിന്റെ ഭർത്താവിന് കീഴടങ്ങി അനുസരിക്കുന്നവളാണെങ്കിൽ ലോകത്തിൽ ഒരു ശത്രുവിനും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. നോക്കുവിന് അനേക സ്ത്രീകൾ മരിച്ച് അല്ലെങ്കിൽ ഏതാണ്ട് കൊലപാതകം ചെയ്യപ്പെടുമ്പോൾ താഴെ 2 ദിവസം കഴിയുമ്പോൾ മറ്റൊരു ന്യൂസ് വരും, ഇവർക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷെ ഭർത്താവിനെ വിട്ട് അന്യ പുരുഷനോട് കൂടെ ഇവിടെ ജീവിക്കുന്നു. അനേക പുരുഷന്മാർ ജയിലിൽ കിടക്കുന്നു, കൊലപാതകത്തിനിരയായിരുന്നു. അവന്റെ ചരിത്രം പിടിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. കുടുംബ ജീവിതങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അന്യ ജഡം സ്വീകരിച്ച് കടന്നുപോയ പുരുഷന്മാരും ജയിലറകളിലോ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. പ്രിയപ്പെട്ട, ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ പാപ സ്വഭാവമാണ്. അങ്ങനെയാണെങ്കിൽ നോക്കവിന് ഈ പാപം വിട്ടുതിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സമാധാനമാണ് പ്രിയപ്പെട്ടത്. അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങളുടെ സമാധാനത്തിന്റെ വഴി യേശുക്രിസ്തു ആകുന്നു. നമ്മുടെ നിരവധിയായിരിക്കുന്ന പാപങ്ങൾ നമ്മളെ വീണ്ടെടുപ്പാൻ കഴിയുന്ന ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാകുന്നു.